ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കുത്തിയിരുന്ന് പച്ചക്കറി കരിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണ തലേന്നിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലുണ്ടാക്കിയിട്ടുള്ള മധുരം കിള്ളുന്ന സാധനം ഉണ്ടല്ലോ, അതായത് നമ്മൾ ചെക്കന് മധുരം കൊടുക്കില്ലേ, ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതുണ്ടാക്കിയത് ഞാനാണ് കേട്ടോ. ഇത് മനുവേട്ടൻ്റെ അനിയൻ്റെ കല്യാണത്തിനും ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എന്താ ഇത് ഞങ്ങളുടെ ബീനാൻറ്റിയുടെ മോളാണ് കേട്ടോ, അതായത് ഇവിടുത്തെ ചെക്കൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. അവൾ വക്കീലാവാൻ പഠിക്കുകയാണ്, LLBക്ക്. ഇതാണ് ബീനാൻറ്റി. അപ്പോൾ ആൻറ്റി അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിതാ ഇവിടെ ഇതിൻ്റേതായിട്ടുള്ള പണികളിലാണ്. ചെക്കൻ്റെ അമ്മയുടെ വീടൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിലും കല്യാണ വ്ളോഗ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതുണ്ടാക്കി ഞാൻ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇനി ഇത് വെള്ളം ഊറും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പൈനാപ്പിൾ അല്ലേ, കുമ്മട്ടിയിലൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിനേലും ഭയങ്കരമായിട്ട് ഒരുപാട് വെള്ളമൊക്കെ വരും. അപ്പോൾ അതായത് ഇതൊക്കെ അലീനയുടെ ഫ്രണ്ട്സാണ് നേരത്തെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. ഇറച്ചിക്കറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെ വേറെന്തോ നമ്മുടെ മീനൊക്കെ ഇല്ലേ, അതൊക്കെ എന്തോ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ജോക്കൂട്ടിന് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് വാരി കൊടുക്കുക, വേറെ പ്ലേറ്റ് എടുക്കണ്ട, അത്രയും പാത്രം കഴുകണ്ടല്ലോടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇന്ന് വേറെ പ്ലേറ്റിൽ മതി എന്ന്. അപ്പം ഞാൻ അവന് വേറെ പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ അറിയാമെന്ന് പറയും. നമ്മൾ എത്ര ക്ഷമയോടെ നിന്നാലും ഉണ്ടല്ലോ, ഫുഡ് എടുക്കുന്ന കാര്യം വരുമ്പോഴത്തേന് ഇവൻ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയും. അത്രയും വേണ്ടട്ടെ, അതേ മതി 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 മതി, നിർത്തിക്കോ നിർത്തിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതാണ് എൻ്റെ മുഖം മാറിയിരുന്നിട്ട്. പിന്നെ ആ കറി കൂട്ടൂല. എവിടെ പോയാലും ഇവന് ഈ ഡിമാൻഡാണപ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇവല്ലേ ഞാൻ വല്ല അരിഷ്ടവും മേടിച്ചു കൊടുക്കും ഇനി വിശപ്പുണ്ടാവാനായിട്ട്. അപ്പോൾ അങ്ങനെതാ ചോറ് കൊടുക്കുകയാണ്. വാര്യത്തിന്നലൊക്കെ കണക്കാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ചിക്കൻ എടുത്ത് കഴുകിയിട്ട് അവന് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ അവനെ ഫുഡ് കഴിക്കണ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ദിവസം ഇവൻ വലിയ ഓണല്ലായിരുന്നു കാരണം ഡാൻസ് കളിക്കാൻ. ഇതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മോൻ തകർത്തു. ദൈവമേ, കല്യാണത്തിൻ്റെ അന്നും തകർത്താൽ മതിയായിരുന്നു. അപ്പോൾ അതാ അങ്ങനെ നല്ല ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ ഇതാ ഇവിടെ ലൈറ്റൊക്കെ ഇടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്കിൾമാരൊക്കെ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ മുറ്റത്ത് ഇത്തിരി സ്ഥല സൗകര്യം കുറവുള്ളത് കൊണ്ട്. ഇതാണ് ഇളയ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതിപ്പുറത്ത് മൂത്ത അങ്കിളിൻ്റെ വീട്. അപ്പോൾ ഇതാ അങ്ങനെ ലൈറ്റൊക്കെ ഇടുകയാണ്. ഇതാണ് മൂത്ത അങ്കിൾ കേട്ടോ. മുഖം കാണുന്നില്ലല്ലോ, ആ പോട്ടെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ തൊട്ടിപ്പുറത്തെ മുറ്റത്താണ് നമ്മൾ പന്തലും ഇതേപോലെ സെറ്റിങ്സൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മനസ്സ് നിറഞ്ഞാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ പരിപാടിയൊക്കെ കൂടിയത്. നന്നായിട്ട് തന്നെ. ഇതാണ് ചെക്കൻ. അപ്പോൾ അവരൊന്ന് ട്രയൽ അടിച്ച് നോക്കുകയാണ്. ഞാനൊന്നിരിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്. അവൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞു ആസ്റ്ററിൽ നേഴ്സാണ് പുള്ളിക്കാരി. ഉച്ച വരെ അവൾക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ വന്നു. അപ്പോൾ ഇതാ രണ്ടാളും കൂടിയൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അങ്കിളാണ് കേട്ടോ നിൽക്കണേ. ഞാൻ അങ്കിളിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ അവളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു നോക്കുകയാണ്, ഇങ്ങനെയാണ് ചേച്ചി മധുരം കൊടുക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ മധുരം നമ്മ കൊടുക്കൂല. ഇതിപ്പോ പറഞ്ഞപ്പനും അത് മറ്റേ ഹൽദിക്കല്ലേ വെച്ചേ വളകാപ്പ. ഇവരെന്ത് വളകാപ്പ്, അടിപൊളി. അപ്പം ഇതാ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. ഈ മധുരം വെപ്പെന്ന് എഴുതിയേക്കുന്നതൊക്കെ ലൈറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എൻ്റെയൊക്കെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് അതിലെന്തോ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ അടുത്തത് എൻ്റെ മോൻ കയറിയിരുന്നു, ചെസ് നമ്പർ 2. അപ്പം നിൻ്റെ കല്യാണം ഓണാടാന്ന് വെച്ചപ്പോൾ അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ് കേട്ടോ കണ്ടത്. അവൻ്റെ പരിഞ്ഞപ്പനായതുകൊണ്ടുള്ള സകല കനവും അവനുണ്ട്. ഇച്ചിരി ജാടയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉച്ചക്ക ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചതിൻ്റെ ഒരു കുട്ടി ദേഷ്യം അവനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതാ ഇല്ല, ഫ്രണ്ടിലാണ് എന്തായാലും വേണ്ടത്. വീഡിയോ എടുക്കാനാണെങ്കിലും ക്യാമറക്കാർക്കാണെങ്കിലും ഫ്രണ്ടിലല്ലേ സ്ഥലം വേണ്ടത്. അപ്പം ഇതാ ഞങ്ങൾ കസേരയൊക്കെ അറേഞ്ച് ചെയ്യാണ് കേട്ടോ. രണ്ടുപേരും നല്ല ഉഷാറാണ് കേട്ടോ. നല്ല ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മക്കളാണ്. ഇങ്ങനെ അയ്യോ പത്തോ അങ്ങനെയല്ല, അവർ ഓണാണ്, എപ്പോഴും ഫുൾ ടൈം ഓണാണ്. അപ്പോൾ അങ്ങനെ കസേരയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മധുരം വെപ്പിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ആയത് കൊണ്ടിട്ട്
നമ്മൾ കൂടുതലൊന്നും നമുക്ക് വേറെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം കലക്കുകയോ ചായ കുടിക്കുകയോ ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പോൾ അതായത് അനിയനയുടെ ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൊച്ചുങ്ങൾ കൊല്ലം, വയനാട്, അതേപോലെ നമ്മുടെ പറവൂര് എന്നൊക്കെ വരുന്ന മക്കളാണ്. നല്ല പിള്ളേരാണ് കേട്ടോ. ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ ദാ ഇവൻ ഇവിടെ ഇവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പം ഇവൻ സ്റ്റെപ്പ് നോക്കി പഠിക്കണതാണ് കാണുന്നത്. അങ്ങനെ കളിക്കണം, ഇങ്ങനെ കളിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിൽ ഇവൻ ഇങ്ങനെ കളിക്കണം. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അങ്ങനെ ചെക്കനെ വിളിച്ചുകൊണ്ട് പോയി ഇടയിൽ ഇത് രണ്ടാമത്തെ അനിയത്തിയാണ്. രണ്ടാമത്തെ അല്ല, ഇതാണ് ആദ്യത്തെ അനിയത്തി അപർണ കേട്ടോ. അപ്പോൾ അവൾ വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ദാ ഇവൻ ഇവൻ ദാ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട് നല്ലോണം. ഇടയ്ക്ക് തെറ്റിക്കുമ്പോൾ ഇവർ വഴക്ക് പറയും, ചേട്ടൻ എന്താ നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്ക് പറയും. എന്നാലും അങ്ങനെ എല്ലടോ ഇങ്ങനെ ആടോ എന്നൊക്കെ പറഞ്ഞു. അന്നക്കുട്ടിയും ജോക്കുട്ടനും ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ എന്ത് സ്റ്റെപ്പ് തെറ്റിച്ചോ അത് തന്നെ അവൻ അവിടെ ആ പന്തലിൽ നിന്ന് തെറ്റിച്ചു. പക്ഷെ നമുക്ക് രസമൊക്കെ ഓർക്കാനൊക്കെ ഭയങ്കര. ഇത് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ആങ്ങള. അപ്പോൾ ബിന്ദു ആൻറ്റിയാണ്. ബിന്ദു ആൻറ്റി ഭയങ്കര ഓണാണ് കേട്ടോ, പവറാണ്. ഇവിടെ രണ്ട് ആൻറ്റിമാരും വൈബാണ്. മക്കളേക്കാൾ വൈബാണ് അമ്മമാർ. അപ്പോൾ അത് ആൻറ്റി അവരുടെ കൂടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി പോയിട്ട് ആൻറ്റിയുടെ കല്യാണ ആൽബം എടുത്തിട്ട് വന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് കേട്ടോ ഇത്. അയ്യോ പണ്ടൊക്കെ എന്താ അല്ലേ, ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോഴത്തേനും സങ്കടം വരുന്നത്. എൻ്റെ അപ്പച്ചനാണ് ആ നിൽക്കുന്നത് താഴത്ത്. ഇതെൻ്റെ അമ്മയുടെ അപ്പച്ചനാണ് അങ്കിളിൻ്റെ കൈ പിടിച്ചേക്കുന്നത്. ആ ഇടയിൽ ആ പച്ച പട്ടുപാറെടുത്ത ഞാനാണ്. അപ്പുറത്ത് എടുക്കുന്ന ചട്ടയും മുണ്ടെടുത്തത് ഞങ്ങളുടെ അമ്മാമ്മയാണ്, അമ്മയുടെ അമ്മ. എൻ്റെ അപ്പനാണ് കേട്ടോ നോക്കി ചിരിക്കണേ. എൻ്റെ അമ്മച്ചിയാണ് അങ്കിളിന് മധുരം കൊടുക്കണേ, മോതിരം ഇടിക്കണേ. എൻ്റെ ആ ഒരു നീലയാണ് പച്ചയാണ് ആ പട്ടുപാവാട, അത് ഞാനാണ് കേട്ടോ ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കണേ. അച്ഛടാ എത്ര നല്ല മെമ്മറീസ് ആണെന്ന്. ഈ ഫോട്ടോസൊക്കെ അന്ന് എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെ കാണുമായിരുന്നു. അയ്യോ ഇതിപ്പം നിങ്ങൾക്കും കാണാനായില്ല. നല്ലൊരു ദിവസം വരുമ്പോൾ എപ്പോഴും ആലോചിക്കും, ഇതേ അമ്മ അമ്മ. അന്നത്തെ പട്ടുപാവാടയൊക്കെ ഫാഷൻ ഇങ്ങനെ പഫുള്ള ബ്ലൗസൊക്കെ. അതെ ഇപ്പം എൻ്റെ അപ്പച്ചൻ്റെ കയ്യിലിരിക്കണ ആ ചുവപ്പ് ഷർട്ടിട്ട ആ പുള്ളിയില്ലേ, അവനാണ് നമ്മുടെ ഇപ്പോഴത്തെ കല്യാണച്ചക്കൻ. എൻ്റെ അപ്പച്ചൻ്റെ അപ്പുറത്തെ അപ്പാപ്പൻ, ഇപ്പുറത്തെ അമ്മാമ്മ, ആൻറ്റിമാർ, അനിയത്തിമാർ, അങ്കിളുമാർ. മൂത്തവനാണ് അങ്കിളിൻ്റെ അടുത്ത് നിൽക്കണം. എൻ്റെ അമ്മച്ചിയാണ് ഇപ്പോൾ ആ വെള്ളയമ്മ പൂക്കളുള്ള സാരി, ഈ പച്ച സാരി എൻ്റെ അമ്മയാണ് കേട്ടോ. ബിന്ദു ആൻറ്റിയുടെ ഇപ്പോൾ ഡാൻസ് കളിച്ച് കാണിച്ചില്ലേ, ആൻറ്റിയുടെ കല്യാണത്തിന് താലി കെട്ടിയപ്പോൾ അമ്മയാണ് പുറകെ നിന്ന് നെറ്റൊക്കെ പിടിച്ചു കൊടുക്കണേ. എനിക്കിതൊന്നും ഓർമ്മയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിന്നത് ആൻറ്റിയുടെ വീട്ടിൽ പോയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ എന്താ പറയുക അല്ലേ, നോക്കിയേ എൻ്റെ അപ്പച്ചൻ, സാബുങ്കള് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തരെ ഭയങ്കര ഒരു അവസ്ഥയാണ്. ഫോട്ടോ നോക്കി ഇതാണ് അപ്പൂപ്പനും അമ്മൂമ്മ എന്ന് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതങ്ങനെ. പക്ഷെ എനിക്കിപ്പോൾ അവിടെ ഇരുന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴത്തേനും എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് സങ്കടം. ഇങ്ങനെ വീഡിയോയിൽ ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാരണം ഇന്നാണ് കല്യാണം, ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ദിവസമാണ് അവൻ്റെ കല്യാണം. അമ്മയുണ്ടായി. അപ്പം ഇന്നലെ എന്തോ വൈകുന്നേരത്തെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ ആരോ പറഞ്ഞു, പിലോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ഡാൻസ് കളിച്ചു മധുരം വെപ്പിൻ്റെ അന്ന്. കല്യാണത്തിൻ്റെ അന്നും എന്തോ പ്രാക്ടീസിൻ്റെ സമയത്ത് എന്തൊക്കെയോ ഇവളിങ്ങനെ പറഞ്ഞു, പിലോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അന്നമ്മോളെ പൊക്കിക്കൊണ്ട് നടന്നേനെ, ജോക്കൂട്ടിനെ പൊക്കിക്കൊണ്ട് നടന്നേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ വഴി ഇതാണ് കേട്ടോ. വഴിയുടെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആ മുറ്റത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഈ അയൽപക്കത്തുള്ളവരൊക്കെ സ്നേഹമുള്ളവരും സഹകരിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതൊക്കെ രാത്രി കത്തിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല സെറ്റായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമാണ്, ഹാപ്പിനെസ്സാണ്. അപ്പോൾ അത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ഇപ്പുറത്ത് പോയി റെഡിയായി. കാരണം അപ്പുറത്ത് അലിമോളുടെ ഫ്രണ്ട്സൊക്കെ കുളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയുള്ള 3 ബാത്റൂമും കംപ്ലീറ്റ് ഫില്ലാണ്. അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്ന് കുളിച്ചു, റെഡിയായി. ജോക്കൂട്ട നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പയ്യൊന്ന് മയങ്ങി. അപ്പോൾ അത് അന്നമോള് ഈ ഡ്രസ്സാണ് ഇട്ടത്. പിന്നെ ഇവള് ഡാൻസിനുണ്ടെന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി ഇവള് കളിക്കുന്ന പാട്ടിന് എന്തായാലും ഡ്രസ്സ് പോരാന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ ഈ വീട്ടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അങ്കിള്, ഞങ്ങളുടെ അയൽക്കാരൻ അങ്കിള്. അങ്ങനെതാ ഡ്രസ്സ് ചേട്ടനെ കൊണ്ട് ഞാൻ പറഞ്ഞെടുത്തിട്ട് വായോട്ടോ എന്ന് പറഞ്ഞു. വൈകിട്ടായപ്പോഴേക്ക് ലൈറ്റൊക്കെ കത്തിച്ചു, കസേര കുടുപ്പൊക്കെ ഇടിച്ചു. ഇതേ ഞങ്ങളുടെ അങ്കിള് നല്ല കുട്ടപ്പനായിട്ട് നല്ല കൊട്ടാരം വീട്ടിൽ അപ്പൂട്ട സ്റ്റൈലിൽ വരുന്നുണ്ട്.
അയ്യോടാ അങ്കിള് പാവം. അപ്പോൾ ദാ അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് കസേരക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ച് നല്ല മിടുക്കരും മിടുക്കത്തിയൊക്കെ ആക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്നെ വലിയ ആർഭാടത്തിൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഈ വയറുള്ളത് കൊണ്ട് ഞാൻ സാരിയൊന്നും ഉടുത്തില്ല. അതുമല്ല വലിയ ഡ്രസ്സ്, കാരണം എനിക്കറിയാം എനിക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല വിധത്തിലൊന്നും മാറി വല്ല നൈറ്റി എടുത്തിട്ടാൽ മതി എന്നായിരിക്കും. അപ്പം ഞാൻ എന്താ നമ്മുടെ മധുരം കിള്ളാനുള്ള സാധനമൊക്കെ സെറ്റാക്കി എടുത്തുകൊണ്ട് വെക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് പഞ്ചസാര ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിള്ളി എടുത്തിട്ട് ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ എന്ന് പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയൊക്കെ ചോദിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ പഞ്ചസാരയൊക്കെ ഫില്ല് ചെയ്തു. ആ തൊട്ട് പുറകിലിരിക്കുന്നതാണ് ഞങ്ങളുടെ പുഷ്പാൻറ്റി കേട്ടോ. ഞങ്ങൾ പുപ്പാൻറ്റി എന്ന് വിളിക്കും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട അയൽപക്കത്തുള്ളതാണ്. അമ്മയുടെയൊക്കെ കൂട്ടുകാരത്തിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നോക്കി എങ്ങനെയുണ്ട് ഈ സാധനം കൊള്ളാമോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊരു തൃപ്തിയാണ് നമ്മൾ ചെയ്ത ഒരു സാധനം നല്ലതാണെന്ന്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞോട്ടോ നല്ലതാണെന്ന്, അപ്പോൾ നിങ്ങളും പറഞ്ഞോളൂ നല്ലതാണെന്ന്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഡ്രസ്സൊക്കെ മാറി നല്ല മിടുക്കനായിട്ട് വന്നു. നല്ല നല്ല രസമില്ല അവനെ കാണാനായിട്ട്, സുന്ദരൻ. ഞാൻ ഇടയ്ക്ക് പറയും ഉപ്പുമുളകിലെ സിദ്ധു ഇല്ലേ, അവൻ എവിടേക്കോ ഒരു ചെറിയ കട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഇരിക്കട്ടെ അങ്ങനെ. അല്ല എൻ്റെ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടീനെ കാണാനും നല്ല ഭംഗിയാണ്, ഇവൻ്റെ പെണ്ണിനെ കാണാനും നല്ല ഭംഗിയാണ്. ഇത് അനിയത്തിയാണ് കേട്ടോ. അവൾ പിന്നെ നമ്മളൊന്നും പറയണ്ട, അവൾ അടിപൊളിയാണ്. നല്ല നമ്മളെക്കാളും ഒക്കെ നല്ല രീതിയിൽ ഡ്രസ്സിങ് സെൻസുള്ള കൊച്ചാണ്. നല്ല ഭംഗിയാണ് അവൾ. നമുക്ക് ഇങ്ങനെ ഒരു കുറ്റമൊന്നും പറയാൻ നമുക്ക് തോന്നാറില്ല. നല്ലൊരു നമുക്ക് കൊള്ളാലോ, ഹായ് അടിപൊളി നമുക്ക് തോന്നും. ഇതാണ് ചെക്കൻ്റെ അമ്മ. അപ്പം എന്തൊക്കെയോ പറയാണ്. അപ്പം ഞാനവിടെ ബൈബിള് വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ പണിവിനെ എനിക്കാണ് കേട്ടോ. അവിടെ ചെന്നാലും ബൈബിള് വായിക്കാന്നുള്ളൊരു കാര്യം. അത് ചിപ്പി ഉണ്ടല്ലോ, ചിപ്പിയുടെ കൊടുത്തോളൂ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ വായിക്കും, പക്ഷെ എന്നാലും അവിടെ ഈ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ അമ്മമാർക്കൊക്കെ കാണാപ്പാടായതുകൊണ്ട് നമുക്കത് അത്ര വലിയ സീനില്ല. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ തമ്പ് കൊടുത്തു, ഒക്കെ സെറ്റാണ്, ആക്കിക്കോളാം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് വിടുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങനെ വായിച്ചൊക്കെ നോക്കി. അപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. അന്നമ്മ എടുക്കുന്നുണ്ട്. പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും സ്തുതി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പനും അമ്മയ്ക്കൊക്കെ കൊടുത്തു ആദ്യം. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞുപോയി. അപ്പം നമുക്കും കൊടുക്കുന്നത് അവസാനം ഒറ്റയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. സോറി, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഫോട്ടോസായിട്ടാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഇതാണ് പരിഞ്ഞപ്പൻ കേട്ടോ ഇവൻ്റെ, ഞങ്ങളുടെ തലതൊട്ടപ്പൻ, ഗോഡ് പാരൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് അപ്പനും അമ്മയ്ക്കാണ് ആദ്യം സ്തുതി കൊടുത്തതും ഉമ്മയൊക്കെ കൊടുത്തതും. അങ്കിളിനോട് ആരും പറഞ്ഞില്ല കേട്ടോ ഉമ്മ കൊടുക്കാൻ. അങ്കിൾ അങ്ങ് കൊടുത്താണ്. എനിക്ക് എവിടേക്കും ഒരു സങ്കടം വരുന്നുണ്ട്. നമ്മൾ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയിട്ടുള്ളൊരു അതാണ് ആ അമ്മയുടെ മുഖത്ത് ഇപ്പം കണ്ടത്. അങ്ങനെ ചോദിക്കുകയാണ് ഇനി ചെക്കന് മധുരം അപ്പോൾ കുരിശൊക്കെ വരപ്പിച്ച് അതിന് 3 പ്രാവശ്യം ഇങ്ങനെ അവൻ മധുരം കിള്ളി. അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കും എന്തെങ്കിലുമൊക്കെ. നമ്മൾ ചെക്കന് നമ്മുടെ മക്കളെ പോലെയാണ്. ഇപ്പം ഞാൻ തല തൊട്ടിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ കുട്ടീനെ, മനുവേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് 2 പേരെ അങ്ങനെ തല തൊട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നിന്ന് മക്കളും ഫാമിലിയായിട്ട് ആൻറ്റിമാർ അങ്കിൾമാരൊക്കെ കൂടി നിന്നിട്ട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ എനിക്ക് ഇനി കുഞ്ഞു വരുമ്പോൾ പറയാമല്ലോ നിങ്ങൾ ചേട്ടൻ്റെ കല്യാണത്തിന്
നമ്മുടെ ഉള്ളിൽ നമ്മുടെ പൊന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, നമുക്ക് കാണിച്ചു കൊടുക്കാം, വയറൊക്കെ കാണിച്ചു കൊടുക്കാം, അതാ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിരിക്കണ്ടായിരുന്നു നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതാണ് രണ്ടാമത്തെ അങ്കിള് ബിന്ദു ആൻറ്റി. അപ്പോൾ അവരും ജസ്റ്റ് ഇങ്ങനെ മധുരം കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പിനെസ്സാണ് കേട്ടോ, സന്തോഷമാണ്. നമുക്കൊരു ഇതില്ല, നമുക്കൊരു സങ്കടമില്ല ആ സമയത്ത്, നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മറക്കും. ഇതിപ്പോൾ ഈ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ല കാണിച്ചാൽ ഈ വീട്ടിൽ ഓണറായിട്ടുള്ള അങ്കിളാണ്. ഇത് ഞങ്ങളുടെ അനിയനും അനിയത്തിയാണ് വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ചെറിയ കപക്കെട്ടുണ്ടെങ്കിൽ രാത്രിയല്ലേ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരേണ്ട, കല്യാണത്തിന് എന്തായാലും എല്ലാവരും കൂടി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അലീന മോളുടെ ഫ്രണ്ട്സാണ്. ഒരുങ്ങി വന്നപ്പോൾ എല്ലാവരും മാറിപ്പോയല്ലേ, നല്ല അടിപൊളി, അല്ലെങ്കിലും പിള്ളേർ അടിപൊളിയാണ്, പക്ഷേ എന്നാലും നല്ല വൈബ് മക്കളാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട്, പിന്നെ ഈ സെൽഫി ഫോൺ വന്നേ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോ തോണ്ടലും ഓരോ കുത്തലും ഓരോ സെൽഫി എടുക്കലുമാണ്. അപ്പോൾ ഇതാ അങ്കിളെന്തോ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയും, അത് ഞാൻ ചിരിച്ചു പോയി. അപ്പോൾ ഇതാ ചേട്ടനും വന്നു. അപ്പോൾ ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്, വീഡിയോയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അന്നമോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അന്നമോളുടെ മാത്രമല്ല, അന്നമോളും കൂട്ടരോട് കളിക്കാൻ കൂടെ പറഞ്ഞാൽ ഞായറാഴ്ച കളിച്ചോളാം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച കളിച്ചാൽ മതിയായിരുന്നു കർത്താവേ. അപ്പോൾ ഇതാ അങ്ങനെ ഞായറാഴ്ച അല്ലടാ അന്നക്കുട്ടി ഡാൻസ് കളിച്ചു. അത് അവളപ്പോൾ അന്ന് രാവിലെ ചെന്നിട്ട് പഠിച്ചാണ് കേട്ടോ, പക്ഷെ എന്നാലും കൊച്ചു കളിച്ചു. പിന്നെ ഇതാ ഈ മക്കളുമൊക്കെ അവർ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തന്നെ അവരത് കളിച്ചു. ഇടുന്നില്ല കേട്ടോ, കാരണം പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫായി പോവും, പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ചാനലിൽ സ്ട്രൈക്ക് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ തമ്പുരാനോട് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം. അല്ല അടിപൊളി പാട്ടൊക്കെ കല്യാണത്തിൻ്റെ വൈകുന്നേരം കളിക്കുന്ന പാട്ടൊക്കെയാണ് കളിച്ചത്. അപ്പോൾ ചെക്കനും ഒരു പകുതി ആകുമ്പോഴത്തേനും അവരുടെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ. അവനെ കൊണ്ടും പറ്റണ പോലെയൊക്കെ കളിച്ചു. നന്നായിട്ട് തന്നെ എൻ്റെ കൊച്ചു കളിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ തെറ്റിച്ച അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ തെറ്റിച്ചു. പക്ഷെ എന്നാലും രസമായിരുന്നു, നമുക്ക് ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാനും കളിച്ചേനെ ഇവരുടെ കൂടെ കയറിയിരുന്നു. ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഞാനും ബിന്ദുവിൻ്റെയും കൂടെയൊക്കെ കളിച്ചേനെ. പിന്നെ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത്താഴൂണം എന്നൊക്കെ പറയുമ്പോൾ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ആയിരിക്കും വൈകുന്നേരം, പ്രത്യേകിച്ച് വറുത്തരച്ച് വയ്ക്കുന്ന കറികൾ, ഒരു ചാറ്, ഒരു തോരൻ, ഒരു അച്ചാർ, ഒരു നോൺ വെജ്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ ബീഫും കായയും കൂടി, ബീഫ് കറി വെച്ചതും വറുത്തരച്ച് വെച്ചതും കായ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കണില്ല കേട്ടോ അത്. പിന്നെ മാങ്ങാക്കറി, പിന്നെ ഒരു സാലഡ്, ഒരു അച്ചാർ, തോരൻ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ അകത്ത് വന്നിരുന്ന് ഫുഡ് കഴിച്ചു. പുറത്ത് നല്ല തിരക്കായിരുന്നുകൊണ്ട് അകത്ത് വന്ന് കഴിച്ചു. അപ്പോൾ അത് അപർണ, ഇത് അബി, രണ്ടാമത്തെ ഇപ്പോൾ കണ്ട അങ്കിളിൻ്റെ 2 മക്കളാണ്. അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ മോളാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ മോനാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് കലാശക്കോട്ടാണ്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴുക്കളായിരുന്നു ഞങ്ങളുടെ ആൻറ്റിമാരൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഈ സന്തോഷമായിട്ടുള്ള വ്ളോഗ് ജോക്കുട്ടിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെയൊക്കെ തുള്ളൽ കണ്ടില്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മനുവേട്ടൻ ഓണായിരുന്നു, ഞങ്ങളുടെ ആൻറ്റിമാരൊക്കെ ഓണായിരുന്നു, അങ്കിൾമാർ ഓണായിരുന്നു. സന്തോഷം മാത്രം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വ്ളോഗ്സും വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അത് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ, അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.